BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ശുദ്ധികലശത്തിന്റെ നാളുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നിരവധി മാധ്യമ വാർത്തകളിലൂടെ നമ്മളതൊക്കെ കാണുന്നുമുണ്ട്. പല മേഖലകളിൽ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, അതുപോലെ നടന്നുപോകുന്ന സ്ഥാപനങ്ങൾ, CPM നേതാക്കൾ വർഷങ്ങളായി വാടക പോലും കൊടുക്കാതെ താമസിച്ചു വരുന്ന അല്ലെങ്കിൽ കട നടത്തി വരുന്ന മേഖലകൾ, ഇതൊക്കെ തന്നെ കൃത്യമായി ഒഴിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല, കോർപ്പറേഷനിലെ CPM അനുഭാവികളായ ഉദ്യോഗസ്ഥർ പല രീതിയിൽ കോർപ്പറേഷന്റെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പരാതിയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഒരു തരത്തിലും വച്ചുപൊറുപ്പിക്കില്ല. ഇത്തരത്തിൽ കോർപ്പറേഷന്റെ തീരുമാനങ്ങൾക്ക് ജനവിരുദ്ധമായ നടപടികളിലൂടെ ഉദ്യോഗസ്ഥരല്ല ആര് മുമ്പോട്ട് പോയാലും അവരെ ഒന്നും തന്നെ സംരക്ഷിക്കില്ല. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നാണ് മേയർ VV രാജേഷ് പ്രസ്താവിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയെ അഴിമതിയുടെയും മെല്ലെപ്പോക്കിന്റെയും താവളമാക്കാൻ ഇനി ആരെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് VV രാജേഷ് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത്. പൊതുമരാമത്ത് പ്രവർത്തികൾ സുതാര്യവും സമയബന്ധിതവുമായി പൂർത്തിയാക്കുന്നതിനായി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഇരു വിഭാഗങ്ങൾക്കുമെതിരെ, അതായത് പണി നീട്ടിക്കൊണ്ടുപോകുന്ന കരാറുകാർക്കെതിരെയും ഫയലുകളിലും രേഖകളിലും ഒക്കെ കൃത്രിമം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും അതിശക്തമായ താക്കീതാണ് മേയർ VV രാജേഷ് നൽകിയിരിക്കുന്നത്. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുന്നതിനും അഴിമതി തുടച്ചു നീക്കുന്നതിനും ലക്ഷ്യമിട്ട് കർശന നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ മേയർ മുമ്പോട്ട് വെച്ചത്. കരാറുകാരുടെ പലതരത്തിലുള്ള ഇത്തരം ചില കുട്ടില തന്ത്രങ്ങൾക്കൊക്കെ പൂട്ടുവീഴും. ബിലോ ടെൻഡർ തന്ത്രങ്ങൾ നടക്കില്ല. ആദ്യം കുറഞ്ഞ തുകയ്ക്ക് ഓർഡർ പിടിക്കുക, പിന്നീട് പണി മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി കോർപ്പറേഷനെ കൊണ്ട് തുക കൂട്ടി വാങ്ങിപ്പിക്കുക തുടങ്ങിയ കള്ളക്കളികളൊക്കെ തന്നെ കോർപ്പറേഷനിൽ CPM നേതാക്കളുടെ നേതൃത്വത്തിലും CPM അനുഭാവികളായ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലും നടന്നിരുന്നു എന്ന് പരാതിയുണ്ടായിരുന്നു. പണി നടക്കേണ്ട സ്ഥലം നേരിട്ട് കാണുക പോലും ചെയ്യാതെ ടെൻഡർ എടുക്കുകയും പിന്നീട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ പണി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതി ഒരിക്കലും വച്ചുപൊറുപ്പിക്കില്ല എന്ന കാര്യവും മേയർ ചൂണ്ടിക്കാട്ടി. നഗരസഭയിലെ പണികൾ ചിലരുടെ മാത്രം കുത്തകയാക്കി വയ്ക്കാൻ അനുവദിക്കില്ല. പുതിയ ആളുകൾക്കും തുല്യ അവസരം ഉറപ്പാക്കും. ഇത്തരത്തിൽ CPM കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ CPM അനുഭാവികളും പ്രവർത്തകരുമായ ആളുകൾ മാത്രമായിരുന്നു ഇതുവരെ നഗരസഭയുടെ ടെൻഡർ നടപടികൾ ഒക്കെ തന്നെ അവർക്കായിരുന്നു ലഭിച്ചിരുന്നത്. അതിലൊക്കെ തന്നെ കൃത്രിമത്വവും തട്ടിപ്പും ഉണ്ട് എന്ന ആരോപണവുമുണ്ട്. ഭരിക്കുന്നത് ജനപ്രതിനിധികളാണ്, കരാറുകാരല്ല. തങ്ങൾക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ പ്രത്യേക തസ്തികകളിൽ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ശുപാർശയുമായി വരുന്ന കരാറുകാർക്ക് മേയറുടെ മറുപടി വ്യക്തമാണ്. നാട് ഭരിക്കാൻ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളെയാണ്, കരാറുകാരെയല്ല. കരാറുകാർ കയറിയിറങ്ങി നഗരസഭ ഭരിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങളാണ് ഞങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് എന്ന അഭിപ്രായമാണ് VV രാജേഷ് പറഞ്ഞത്. അക്കങ്ങൾ മാറ്റി കളിച്ച് ഫയലുകൾ വൈകിപ്പിച്ചാൽ കോർപ്പറേഷനിൽ ഇരിക്കാൻ സീറ്റുണ്ടാവില്ല. കരാറുകാരെ വട്ടം ചുറ്റിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികളും കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ജീവനക്കാരായാൽ പോലും മുഖം നോക്കാതെ കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും. ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയ ഒരു നഗരസഭാ ഉദ്യോഗസ്ഥനെതിരെ ഇതിനകം കർശന അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മേയർ പറയുന്നു. ഒരു കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുന്ന നഗരസഭയുടെ വികസനത്തിന് എല്ലാവരും ഒപ്പം നിന്ന് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതനുസരിച്ച് വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കും. അതിന് തടസ്സം നിൽക്കുന്ന, അതിന് പാരവയ്ക്കുന്ന ഉദ്യോഗസ്ഥരായാലും ശരി, കരാറുകാരായാലും ശരി, എന്തിന് ജനപ്രതിനിധികളാണെങ്കിലും ശരി, അവർ ഏത് പാർട്ടിയിൽപ്പെട്ടയാളാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ മേയർ VV രാജേഷ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനെ അടിമുടി മാറ്റിയെടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് മേയർ അധികാരത്തിൽ എത്തിയത്. 45 വർഷത്തിന് ശേഷം BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചതാണ്. അതുകൊണ്ട് ഇനി തുടർ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ സുതാര്യമായും ജനകീയമായും എല്ലാം പൂർത്തീകരിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്രയും വേഗം പരിഹരിക്കും. ജനങ്ങൾക്ക് വേണ്ടി, നഗരസഭയ്ക്ക് വേണ്ടി ഒക്കെ തന്നെ അതിശക്തമായി ഊർജത്തോടെ ജനപ്രതിനിധികളെല്ലാവരും ഒന്നുചേർന്ന് പ്രവർത്തിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു വികസിത കോർപ്പറേഷൻ, ഇന്ത്യയിലെ ഏറ്റവും നല്ല കോർപ്പറേഷനാക്കി മാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന കാര്യവും മേയർ VV രാജേഷ് ചൂണ്ടിക്കാട്ടുന്നു.